ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ബീർബൗട്ട് എന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ആ രണ്ടാമത്തെ പാർട്ടിലെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന മൊത്തത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കിടക്കാം. ഈ ഒരു പാരഗ്രാഫ് മുതൽ അവസാനം വരെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് ഒരു വാക്ക് പോലും മിസ്സാക്കാതെ ഞാൻ ക്ലാസ് എടുക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ഒരു പാരഗ്രാഫ് എന്ന് ഈ പാരഗ്രാഫിൽ എന്താണെന്ന് വെച്ചാൽ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പേ കുറച്ച് ഡിസ്ക്രിപ്ഷൻ അതുപോലെ കുറച്ച് വിവരണങ്ങളുണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, അതിൽ ഇങ്ങനെ ജംഗ്ഷൻ ഉണ്ട്, ആ ജംഗ്ഷനിൽ എപ്പോഴും വണ്ടികളുണ്ട്, അതുപോലെ തന്നെ എപ്പോഴും ആൾക്കാരിങ്ങനെ ഇങ്ങനെ നടക്കുന്നു, ആൾക്കാർ അങ്ങനെ നടക്കുന്നു, പോസ്റ്റ് കമ്പികൾ ഇങ്ങനെയാ മറ്റേതാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് കഥയിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇത് കഥയിലേക്ക് കയറുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. 1981 സാൽ, 1981 വർഷം. ഇങ്ങനെയല്ല പറയേണ്ടത്, ഞാൻ ഈ എഴുതിയതിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. പറയുമ്പോൾ എങ്ങനെ പറയേണ്ടത്? വർഷം 1981. ഓക്കെ, 1981 സാൽ, 1981 എന്ന് പറഞ്ഞ വർഷത്തിലെ കാര്യം, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ 1900 എന്ന് പറയുമ്പോൾ 1981 എന്ന് പറയുമ്പോൾ 81, കാസാൽ എന്ന് പറയുമ്പോൾ 81. ഈ സമയത്ത് കാസാൽ എന്ന് പറയുമ്പോൾ ആ സമയത്തിലെ വർഷം, 1981 ആ വർഷം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രാജസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, അതായത് ലാൻഡ് വൈസ് ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഓക്കെ, രാജസ്ഥാൻ ജയ്പൂർ, രാജസ്ഥാൻ്റെ ക്യാപിറ്റൽ അതായത് തലസ്ഥാനം എന്നതാണ് എനിക്ക് തോന്നുന്നത് ജയ്പൂർ. ഓക്കെ, രാജസ്ഥാൻ ജയ്പൂർ കെ നസ്ദീക്, രാജസ്ഥാനിലെ ജയ്പൂരിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ കുറിച്ചാണ് വിശദീകരിക്കാനാണ് ഇത് പറയുന്നത്. ഓക്കെ, ജയ്പൂർ കെ നസ്ദീക്, ജയ്പൂരിൻ്റെ അടുത്ത്, നസ്ദീക് എന്ന് പറയുമ്പോൾ അടുത്ത്, സവാരി ഗാഡിയോ എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികൾ. സവാരി എന്ന് പറയുമ്പോൾ യാത്ര എന്നതാണ്. ഓക്കെ, യാത്ര വണ്ടികൾ. സവാരി എന്ന് പറയുമ്പോൾ യാത്ര എന്താ ഉദ്ദേശിക്കുന്നത്? ഗാഡിയോ എന്ന് പറയുമ്പോൾ വണ്ടി എന്ന അർത്ഥം വരും. ഗാഡി എന്ന് പറയുമ്പോൾ വണ്ടി, ഗാഡിയോ എന്ന് പറയുമ്പോൾ വണ്ടികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ മാൽഗാഡിയോസെ ഭര, ചരക്ക് വണ്ടികളാൽ, ഭര എന്ന് പറയുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന. ഓക്കെ, സവാരി ഗാഡി യാത്ര വണ്ടികളാലും, അതുപോലെ തന്നെ മാൽഗാഡിയോ ചരക്ക് വണ്ടികളാലും, സദാഭര എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും, ഭര എന്ന് പറയുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന, ഫുലേറ ജംഗ്ഷൻ, ഫുലേറ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അതായത് ഈ ജംഗ്ഷൻ്റെ പേരാണ് ഫുലേറ എന്ന് പറയുമ്പോൾ. ഫുലേറ എന്ന് പറഞ്ഞ ഒരു പ്ലേസിൻ്റെ പേരാണ്. ഓക്കെ, ഫുലേറ ജംഗ്ഷൻ. ഇതെന്താ വെച്ചാൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഫുലേറ ജംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര വാക്കുകൾ പ്രയോഗിച്ചത്. ഓക്കെ, എപ്പോഴും രാജസ്ഥാനിലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറയുമ്പോൾ എപ്പോഴും വണ്ടികളല്ല, എന്ത് വണ്ടികളാൽ? യാത്രക്കാരുടെ വണ്ടികളാലും ചരക്ക് വണ്ടികളാലും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫുലേറ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, കസ്വേ എന്ന് പറയുമ്പോൾ സിറ്റി അല്ലെങ്കിൽ ടൗൺ. കസ്വേക്ക് ലഗ്ഭഗ്, കസ്വേ എന്ന് പറയുമ്പോൾ സിറ്റി, കി ലഗ്ഭഗ് സിറ്റിയുടെ അടുത്ത് ഏകദേശം, ലഗ്ഭഗ് എന്ന് പറയുമ്പോൾ ഏകദേശം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സുനി തങ്ക് ഗലിയ, സുനി എന്ന് പറയുമ്പോൾ ശൂന്യമായിട്ടുള്ള, തങ്ക് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ, ഗലിയ എന്ന് പറയുമ്പോൾ തെരുവ്. സുനി തങ്ക് ഗലിയ എന്ന് പറയുമ്പോൾ ശൂന്യമായിട്ടുള്ള ഇടുങ്ങിയ തെരുവ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കസ്വേക്ക് ലഗ്ഭഗ്, ഈ സിറ്റിയിൽ നിന്ന് ഏകദേശം, സുനി തങ്ക് ഗലിയ സിറ്റിയിൽ നിന്ന് ഏകദേശം, തങ്ക് ഗലിയ എന്ന് പറയുമ്പോൾ ഒരു ഇടുങ്ങിയ പ്രദേശം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? ഈ ഫുലേറ ജംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഗലിയോമേ ആ സ്ഥലത്ത്, ഗലിയോ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ തെരുവ്, ഗലിയോമേ ഖാമോഷ് ഖഡേ ആ തെരുവുകളിൽ മിണ്ടാതെ നിൽക്കുന്ന, ഖാമോഷ് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഖഡേ മിണ്ടാതെ നിൽക്കുന്ന, ഖഡ എന്ന് പറയുമ്പോൾ നിൽക്കുക. ബിജിലിക്ക് ഖംബെ വൈദ്യുതിയുടെ പോസ്റ്റുകൾ, ഖംബ എന്ന് പറയുമ്പോൾ പോസ്റ്റിനെയാണ് നമ്മൾ ഖംബ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. ബിജിലി എന്ന് പറയുമ്പോൾ കറന്റ്, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി. ബിജിലിക്ക് ഖംബ എന്ന് പറയുമ്പോൾ വൈദ്യുതിയുടെ പോസ്റ്റുകൾ. ഖംബോ കെ ബീച്ച് ഈ പോസ്റ്റിൻ്റെ ഇടയിൽ, ബീച്ച് എന്ന് പറയുമ്പോൾ ഇടയിൽ അല്ലെങ്കിൽ അരികിൽ എന്നൊക്കെ അർത്ഥം വരും. പക്ഷെ ഇവിടെ വരുന്നത് ഇടയിൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഖീച്ചി വലിച്ച, ഖീച്ചന എന്ന് പറയുമ്പോൾ വലിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. താരോ കി കത്താരെ, താരോ എന്ന് പറയുമ്പോൾ ലൈനുകൾ, അതായത് വയറുകൾ, കറണ്ട് ലൈൻ എന്ന് പറയുക. അപ്പോൾ വയറുകൾ, ഈ കത്താരെ അതിൻ്റെ നിര, അതായത് അതിൻ്റെ ലൈനുകൾ വലിച്ച് ഇങ്ങനെ വെച്ചേക്കാണ്. അതായത് ഖംബോ കെ ബീച്ച്. അപ്പോൾ രണ്ട്
പോസ്റ്റിൻ്റെ ഇടയിലൂടെ എന്താണ് ഒരു നമ്മൾ ലൈൻ വലിക്കൂല, ഒരു വയർ വലിക്കൂല, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് പോസ്റ്റിൻ്റെ ഇടയിൽ വലിക്കപ്പെട്ട വയറുകളുടെ ആ നിര എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായി ഞാൻ കരുതുന്നു. ഇൻ ഗലിയോമേ, ഈ തെരുവുകളിൽ, ജഹാ തഹ എന്ന് പറയുമ്പോൾ ഇങ്ങും അങ്ങും അല്ലെങ്കിൽ പിന്നെ ഇവിടെയും അവിടെയുമായി എന്നൊക്കെ അർത്ഥം വരാം. ഇത് ഹിന്ദിയിൽ അധികം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ജഹാ തഹ, യഹ വഹ, ഉദർ ഇധർ, കഹ യഹ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു പ്രയോഗമാണ്. ഓക്കെ, ദിഖായി പടുത്തെ, കാണപ്പെടുന്ന ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ പിന്നെ ഒരു തെരുവിൽ ഇങ്ങും അങ്ങും കാണപ്പെടുന്ന ദിഖായി പടുത്തെ എന്ന് കാണപ്പെടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മീഠി, മധുരമുള്ള, ഘണ്ട്യ ബജാത്തെ ഫേരി വാലെ, മധുരമുള്ള മണി അടിക്കുന്ന കുറച്ച് ആളുകൾ, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ഇൻ ഗലിയോമേ, ഈ തെരുവുകളിൽ ഇങ്ങും അങ്ങും, ജഹാ തഹ എന്ന് പറഞ്ഞാൽ ഇങ്ങും അങ്ങും, ദിഖായി പടുത്തെ കാണപ്പെടുന്ന, മീഠി ഘണ്ട്യ ബജാത്തെ മധുരമുള്ള മണി അടിച്ചുകൊണ്ടിരിക്കുന്ന, ബജാന എന്ന് പറയുമ്പോൾ ബജാത്ത എന്ന് പറയുമ്പോൾ അടിക്കുക എന്നതാണ്. ബജാത്തെ ഫേരി വാല എന്ന് പറയുമ്പോൾ മണി അടിക്കുന്ന ആളുകൾ. ഓക്കെ, ഫേരി എന്ന് പറയുമ്പോൾ മണി അടിച്ച് കറങ്ങുന്ന, ഫേരി എന്ന് പറയുമ്പോൾ കറങ്ങുന്ന ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത്. വാല എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ. ഓക്കെ, ഏക് അന്ധേരി സി ഗലീമേ, ഒരു ഇരുട്ട് ഉള്ള ആ തെരുവിൽ, 6-7 ആറോ ഏഴോ, ഗധോക്കി ഖൂറോക്കി ടാപ്പോക്കി ആവാസെ, ഗധോക്കി കഴുതയുടെ, ഖൂറോക്കി കുളമ്പിൻ്റെ, ടാപ്പോക്കി ആവാസെ കുളമ്പടിയുടെ ശബ്ദം. ടാപ്പോ എന്ന് പറയുമ്പോൾ ടപ്പ് ടപ്പ് എന്ന് പറയുമ്പോൾ കുളമ്പടി, ഒരു കഴുതേൻ്റെ കുളമ്പടിയുടെ ശബ്ദമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഖൂര എന്ന് പറയുമ്പോൾ കുളമ്പ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആവാസ എന്ന് പറയുമ്പോൾ ശബ്ദം, കുളമ്പടിയുടെ ശബ്ദം. ടാപ്പോക്കി ആവാസ എന്ന് പറയുമ്പോൾ കുളമ്പടിയുടെ ശബ്ദം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയാം. എക് അന്ധേരി സി ഗലീമേ, ഒരു ഇരുട്ടുള്ള ഒരു തെരുവിൽ, 6-7 ഗധോക്കി 6-7 കഴുതകളുടെ, ഖൂരോക്കി ടാപ്പോക്കി ആവാസെ, ഖൂരോ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുളമ്പടിയുടെ, ടാപ്പോക്കി ആ ടപ്പ് ടപ്പ് എന്ന് വന്നിട്ട് ശബ്ദം, ആവാസ എന്ന് പറയുമ്പോൾ ശബ്ദം. ഓക്കെ, ആ അടിക്കേണ്ടതിൻ്റെ ശബ്ദം കേൾക്കുമായിരുന്നു. ഓക്കെ, ഉൻകെ പീച്ചെ, അതിൻ്റെ പിറകിലായിട്ട്, ചൽത്ത എക് ബദൻ ഉഖാടെ കുമാർ, അതിൻ്റെ പിറകിലായിട്ട്, ഉൻകെ പീച്ചെ എന്ന് പറയുമ്പോൾ ഈ കഴുതയുടെ പിറകിലായിട്ട്, പീച്ചെ എന്ന് പറയുമ്പോൾ പിറകിലായിട്ട്, ചൽത്ത നടക്കുന്ന അല്ലെങ്കിൽ നടന്നു നീങ്ങുന്ന, എക് ഒരു, ബദൻ ഉഖാടെ അതായത് ഡ്രസ്സൊന്നും ഇടാത്ത, ബദൻ എന്ന് പറയുമ്പോൾ ശരീരം എന്താണ് ഉദ്ദേശിക്കുന്നത്, ബദൻ എന്ന് പറയുമ്പോൾ ശരീരം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഉഖാട് എന്ന് പറയുമ്പോൾ ഡ്രസ്സൊന്നും ഇടാത്ത ആൾ. ഉഖാട് എന്ന് പറയുമ്പോൾ ബദൻ ഉഖാട് എന്ന് പറയുമ്പോൾ ശരീരം പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ പിന്നെ കാണപ്പെടുന്ന അല്ലെങ്കിൽ പിന്നെ ഉഖാട് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഇടാത്ത ആൾ. ഓക്കെ, കുംഹാർ എന്ന് പറയുമ്പോൾ ഒരു കുശവനായിട്ടൊരാൾ. ഇസി ദൃശ്യക്കെ ബീച്ച്, ഈ ദൃശ്യങ്ങൾക്കിടയിൽ, ഗുസർത്തെ ഹുവെ 2 സ്കൂൾ ബच्चे, ഈ ദൃശ്യത്തിൻ്റെ ഇടയിലൂടെ, ഗുസർന എന്ന് പറയുമ്പോൾ നീങ്ങുക, നടന്നു നീങ്ങുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഹുവെ നടന്നു നീങ്ങുന്ന, 2 സ്കൂൾ ബच्चे 2 സ്കൂൾ കുട്ടികൾ, ബേല ഓർ സാഹിൽ, ബേലയും അതുപോലെ തന്നെ സാഹിലും. ഈ ഒരു വാക്കിനെ വിശദീകരിക്കാൻ, അതായത് ഈ ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1980 അതുപോലെ തന്നെ സ്ഥലത്തിന് വിശദീകരിച്ചത്. എന്താണ്, ഏതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഈ ബേല ഓർ സാഹിലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഇത്ര വിശദീകരിച്ചത്. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ ഇതിൽ. ഈ ബേലയിലേക്ക് സാഹിലിലേക്ക് കഥ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഇത് പറഞ്ഞത്. ഓക്കെ, ഉന്തിനോ, അന്നേ ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ ഏത് ദിവസങ്ങളിൽ, 1981 സാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്ക് വരുന്നത് ഉൻദിനോ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ വാക്കിലേക്കാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് വരുന്നത്. ഓക്കെ, ഉൻദിനോ എന്ന് പറയുമ്പോൾ 1981 അല്ലെങ്കിൽ 81 കാലഘട്ടത്തിൽ, ഉൻദിനോ പറയുമ്പോൾ അന്നേ ദിവസങ്ങളിൽ, പെൻമേ പേനയിൽ, 5 പൈസമേ 5 പൈസ കൊണ്ട്, നീലി ജ്യാഹി നീല നിറത്തിലുള്ള മഷി, ഭരി ജാത്തി തി നീല നിറത്തിലുള്ള മഷി നിറയ്ക്കാമായിരുന്നു. അതായത് അന്നേ കാലത്ത് അങ്ങനെ പറ്റുമായിരുന്നു എന്ന് ചുരുക്കം. 5 പൈസ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു, അതായത് നിറയ്ക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ, സ്റ്റേഷനറി കടയിലെ ആള്, വാല എന്ന് പറയുമ്പോൾ ദുക്കാൻ വാല എന്ന് പറയുമ്പോൾ ആ കടയിൽ നിൽക്കുന്ന ആൾ, അതായത് കട ആരുടെയെന്ന് വെച്ചാൽ അയാൾ. ഓക്കെ, ഡ്രോപ്പർ സെ പെൻമേ, ഡ്രോപ്പർ കൊണ്ട്, പെൻമേ പേനയിൽ, ജ്യാഹി ഭർത്തേത്തെ മഷി നിറക്കുമായിരുന്നു. ജ്യാഹി ഭർത്തേത്തെ എന്ന് പറഞ്ഞാൽ മഷി നിറക്കാമായിരുന്നു. ഓക്കെ, സ്റ്റേഷനറി
की दुकान वाले സ്റ്റേഷനറിയിൽ നിൽക്കുന്ന ആ കടക്കാരൻ ഡ്രോപ്പർ ഉപയോഗിച്ചു. ഡ്രോപ്പർ എന്ന് പറയുമ്പോൾ മഷി അതിൽ ഇറ്റിറ്റ് കൊടുക്കണം. ആ ഇതിനാണ് ഒരു ടൂൾസിനെയാണ് നമ്മൾ ഡ്രോപ്പർ എന്നും പറയുന്നത്. പെൻമേ പേനയിൽ ജ്യാഹി വർത്തത്തെ പേനയിൽ മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. ഓക്കെ, പെൻമേ കുച്ച് ജ്യാഹി ബജീത്തി പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു. ബജീത്തി എന്ന് പറയുമ്പോൾ അവശേഷിച്ചിരുന്നു. ഓക്കെ, പെൻമേ പേനയിൽ കുച്ച് കുറച്ച് ജ്യാഹി ബജീത്തി കുറച്ച് മഷി ഉണ്ടായിരുന്നു. ഓക്കെ, ഉസേ സാഹിലിനെ അതിനെ സാഹില് ജമീൻ പർ ഭൂമിയിൽ ചിട്ടക് ദിയ അതിനെ കുടഞ്ഞു. ചിട്ടക്ന എന്ന് പറയുമ്പോൾ കുടയുക എന്നതാണ്. ഓക്കെ, നെയ് സ്യാഹി ഭർവാനെ കെ ലിയെ പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നെയ് പുതിയ സ്യാഹി എന്ന് പറയുമ്പോൾ മഷി ഭർവാനെ കെ ലിയെ നിറയ്ക്കാൻ കെ ലിയെ വേണ്ടി ഭർവാൻ എന്ന് പറയുമ്പോൾ നിറയ്ക്കാൻ കെ ലിയെ എന്ന് പറയുമ്പോൾ വേണ്ടി നിറയ്ക്കാൻ വേണ്ടി ദോനോ ദുക്കാൻ പർ പहुंचे രണ്ടുപേരും കടയിലേക്ക് എത്തി. ദോന എന്ന് പറയുമ്പോൾ ആരൊക്കെ? സാഹിലും അതുപോലെ തന്നെ ബേലയും. ഓക്കെ, എക് പെൻ ജ്യാഹി ബർദോ ഒരു പേന മഷി നിറച്ച് തരൂ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക് പേൻ ഒരു പേന, ജ്യാഹി ബർദോ ഒരു പേന മഷി നിറച്ച് തരൂ, ഒരു പേനയിൽ മഷി നിറച്ച് തരൂ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സാഹിൽ സെ പെഹലെ ഹി സാഹിലിന് മുമ്പേ തന്നെ ബേലാനെ ബേല ദുക്കാൻ വാലെ സെ കഹ സാഹിലിന് മുമ്പേ ബേല ആ കടക്കാരനോട് പറഞ്ഞു. സാഹിൽ സെ പെഹലെ സാഹിലിന് മുമ്പേ ഹി എന്ന് പറഞ്ഞ മുമ്പേ തന്നെ ബേലാനെ ബേല ദുക്കാൻ വാലെ സെ കടക്കാരനോട് കഹ പറഞ്ഞു. ബേട്ട ജ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ ബേട്ട എന്ന് പറയുമ്പോൾ മക്കളെ അല്ലെങ്കിൽ കുട്ടികളെ. ബേട്ട എന്ന് പറയുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് ആൺകുട്ടിയാണ് ബേട്ട എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്കാണെങ്കിൽ ബേട്ടി എന്ന് പറയും. ഓക്കെ, ജ്യാഹി കി ബോത്തൽ മഷീൻ്റെ കുപ്പി, ബോത്തൽ എന്ന് പറഞ്ഞ കുപ്പി അഭി അഭി ഇപ്പം തന്നെ ഖാലി ഹോ ഗയി ഹെ ഇപ്പം തന്നെ തീർന്നു പോയിക്കണോ. ഓക്കെ, അബ് തോ കൽ ഹി മിൽ പായേഗി ഇനിയിപ്പോൾ നാളെ കിട്ടുള്ളൂ. അബ് തോ ഇനിയിപ്പോൾ കൽ ഹി നാളെ മിൽ പായേഗി നാളെ കിട്ടുള്ളൂ. ഓക്കെ, ലേക്കിൻ ഇസ്നെ തോ പെൻ മേ जो ज़्याही थी उसे भी ज़मीन पर छिटक दिया ബേല ബോലി. ഇനി ബേലയുടെ മറുപടിയാണ്. ലേക്കിൻ പക്ഷേ ഇസ്നെ തോ ഇസ്നെ എന്ന് പറയുമ്പോൾ സാഹിൽ തോ പേൻ മേ പേനയിൽ ജോ ജ്യാഹി തീ പേനയിൽ ഉണ്ടായിരുന്ന ആ മഷി മഷി ആ പൊട്ടിക്കളഞ്ഞ ആ മഷി ഉസേ ഭി ആ മഷിയെയും ജമീൻ പർ മണ്ണിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ചിട്ടക് ദിയ അതിനെ കുടഞ്ഞു. ബേല പറയാണ് ഇവൻ്റെ പേനയിൽ ഉണ്ടായിരുന്ന ഉള്ള മഷിയും കൂടി അവൻ നിലത്തേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കുടഞ്ഞു കളഞ്ഞു എന്നതാണ് ബേല പറയുന്നത്. ഓക്കെ, ബാദൽ കോ ദേഖ് കർ ആകാശത്തെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ മേഘത്തെ നോക്കിക്കൊണ്ട് ഖടേക്കോ കുടത്തെ നെഹി ടുലാന ചായേ നെഹി ടുലാന ചായ എന്ന് പറയുമ്പോൾ കുടം മറയ്ക്കരുത്, മറയ്ക്കുക എന്നല്ല മറിക്കുക. ഓക്കെ, ബാദൽ കോ ദേക്കർ മേഘത്തെ നോക്കിക്കൊണ്ട് ഖടേക്കോ ഒരു കുടത്തെ നെഹി ടുലാന ചായേ കുടത്തെ മറയ്ക്കരുത്. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘം ഞാൻ കണ്ടു, കുടത്തിൽ വെള്ളം ഉണ്ട്, മേഘത്തെ നോക്കി മഴ പെയ്യുമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അതായത് ഞാൻ എൻ്റെ ഇമാജിനേഷൻ ഞാൻ കരുതിയപ്പോൾ മഴ പെയ്യുമെന്ന് കരുതികൊണ്ട് ഞാൻ കുടത്തിൽ വെള്ളം പൊട്ടിക്കളഞ്ഞു, പക്ഷെ മഴ പെയ്തില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മേഘത്തെ നോക്കി നമ്മൾ കുടത്തിലുള്ള വെള്ളം അല്ലെങ്കിൽ കുടത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ തള്ളി വെള്ളമായിരിക്കും, മേഘത്തെ നോക്കുമ്പോൾ വെള്ളം തന്നെ ആയിരിക്കും. അപ്പോൾ വെള്ളം കുടത്തിലുണ്ടെങ്കിൽ അത് കളയരുതെന്നതാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതായത് സ്വന്തം അന്താസ അതായത് സ്വന്തം ഊഹം വെച്ചിട്ടൊന്നും ചെയ്യരുത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഈ വാക്കുകൊണ്ട്. ഓക്കെ, ദുക്കാൻ വാലെ ഭയ്യ കടയിലുള്ള ആ ചേട്ടൻ കഹ പറഞ്ഞു ഓർ പൂച്ച എന്നിട്ട് ചോദിച്ചു കോൺസിമെ പഠിത്തേഹോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കോൺസിമെ എത്രയിലാണ് പഠിത്തേഹോ പഠിക്കുന്നത്. എത്രാം ക്ലാസ്സിലെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു ഊഹം വെച്ച് പറഞ്ഞത്. കോൺസിമെ പഠിത്തം എന്ന് പറഞ്ഞാൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എത്രയില എന്ന് നമ്മൾ ചോദിക്കില്ലേ, ക്ലാസ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, पांचवी में 5ാം क्लासिल साहिल ने ऐसे बुरी मन से बताया जैसे 5वीं में पढ़ना पाप हो. साहिल പറഞ്ഞാണ് 5वीं में. ഓക്കെ, സാഹിലിനെ ऐसे बुरी मन से बताया സാഹിൽ ഇത്ര മോശപ്പെട്ട ഒരു മനസ്സിലൂടെ പറഞ്ഞു ജैसे ഏതാണ്ട് 5वीं में पढ़ना ഏതാണ്ട് 5ാം ക്ലാസ് പഠിക്കുന്നത് വലിയ പാപം എന്ന രീതിയിലാണ് സാഹിൽ പറഞ്ഞത് 5ാം ക്ലാസ് എന്ന്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാഹിൽ പറയാണ് എത്രയിലും ചോദിച്ചപ്പോൾ സാഹിൽ പറയാം 5ാം ക്ലാസ്സിൽ.
ആ മുഖത്തിൻ്റെ എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്ത്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു ഏതാണ്ട് പാപം എന്ന പോലെയാണ് സാഹിൽ പറഞ്ഞത്. ഓക്കെ, ഇത് കവിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അതിനുശേഷം ദുക്കാൻ വാല, അതായത് കടക്കാരൻ ചോദിച്ചു, ദോനോ രണ്ടുപേരും, ദുക്കാൻ വാലെ ബയ്യാനെ കഹ, ഈ കടയിലുള്ള ആ ചേട്ടൻ ചോദിച്ചു. അപ്പോൾ ഇനി ബേല മറുപടി പറയണം. ഓക്കെ, ഹാ ദോനോ, ഹാ ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ്. ഓക്കെ, ഓർ ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹെ, പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷനും ഒന്ന് തന്നെയാണ്. ഓർ പിന്നെ ഹം ദോനോ കാ, ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ ഭി, സെക്ഷനും ഏക് ഹി ഹെ, ഒന്ന് തന്നെയാണ്. ആ സെക്ഷൻ ഏതാണ്? എ. ഇത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് എഴുതിച്ചിട്ടാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ബേലാനെ ऐसा खुश होकर, ബേലാനെ ऐसे खुश होकर बताया, ബേല ഇത്ര സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു, ജേസെ ഏതാണ്ട് യഹ് കോയി ബഹുത് ബഡി ബാത് ഹോ, ബേല ഇത്രയും സന്തോഷത്തോടെ പറഞ്ഞു ഈ പറഞ്ഞ കാര്യം ഏതാണ്ട് വലിയ കാര്യമായിട്ട്, അതായത് ബേല പറഞ്ഞു. ഓക്കെ, ബേലാനെ ऐसे കഹ, ബേല ഇങ്ങനെ പറഞ്ഞു, ഖുഷ് ഹോക്കർ സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു, ബത്തായ പറഞ്ഞു, ജേസെ ഏതാണ്ട്, യഹ് കോയി ബഹുത് ബഡി ബാത് ഹോ, ഈ ഒരു കാര്യം വലിയ കാര്യമായിട്ട് പറഞ്ഞു. യഹ് ഇത്, കോയി ഏതാണ്ട്, ബഹുത് ബഡി വലിയൊരു കാര്യം, ബാത്തോ ബഹുത് ബഡി ബാത്തോ വലിയ ഏതൊരു കാര്യമായിട്ട് ബേല പറഞ്ഞു. എന്താണ്? ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ പഠിക്കുന്നത് സെയിം ആയിട്ടും അതുപോലെ തന്നെ ഒരേ സെക്ഷനിലാണ് നമ്മൾ പഠിക്കുന്നത്, ആ സെക്ഷൻ എ. ഓക്കെ, ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे, ക്ലാസ്സിൽ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഇരുന്നത്. ഓക്കെ, പാസ് പാസ് എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് ഇരുന്നു. ഓക്കെ, ബൈഠന എന്ന് പറയുമ്പോൾ ഇരിക്കുക, ബൈഠത്തെ थे എന്ന് പറഞ്ഞാൽ ഇരിക്കുമായിരുന്നു. കോപ്പി മേ കാം കർത്തെ തോ ദോനോ കോപ്പി മേ കാം കർത്തെ, കോപ്പിയിൽ ജോലി എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും കോപ്പിയിൽ ജോലി എടുക്കുമായിരുന്നു. ഓക്കെ, അതായത് ഉദ്ദേശിക്കുന്നത് രണ്ടുപേരും കോപ്പി എഴുതുകയാണെങ്കിൽ രണ്ടുപേരും കോപ്പി എഴുതുമായിരുന്നു. ഓക്കെ, രണ്ടുപേരും കിതാബ്, അതായത് പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേര് അങ്ങനെയാണ്, അതായത് അവൻ ചെയ്യുന്നത് തന്നെയാണ് ഇവൻ ചെയ്യുന്നത്, ഇവൻ ചെയ്യുന്നത് തന്നെയാണ് അവൻ ചെയ്യുന്നത് എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോപ്പി മേ, കോപ്പിയിൽ, കാം കർത്തെ, കാം കർണ എന്ന് പറയുമ്പോൾ ജോലി എടുക്കുക, ജോലി എടുക്കാൻ, കോപ്പിയിൽ ജോലി എടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പി എഴുതുക എന്നതാണ്. ഓക്കെ, കർത്തെ തോ രണ്ട് ചെയ്യുകയാണെങ്കിൽ, ദോനോ കോപ്പി മേ രണ്ടുപേരും കോപ്പി മേ കാം കർത്തെ കോപ്പിയിൽ തന്നെ അവർ ജോലി എടുക്കുമായിരുന്നു. കോപ്പിയിൽ ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കോപ്പി എഴുതുകയാണെങ്കിൽ രണ്ടുപേരും കോപ്പി എഴുതുമായിരുന്നു. ഓക്കെ, കിതാബ് പഠിത്തേ തോ, പുസ്തകം വായിക്കുകയാണെങ്കിൽ ദോനോ കിതാബ് പഠിത്തേ, രണ്ടുപേരും പുസ്തകം വായിക്കുമായിരുന്നു. കിതാബ് പഠിത്തേ തോ, കിതാബ് വായിക്കുകയാണെങ്കിൽ ദോനോ കിതാബ് പഠിത്തേ, രണ്ടുപേരും കിതാബ് വായിക്കുമായിരുന്നു. ഓക്കെ, ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ, മാത്രമല്ല അവർ വായിക്കുന്നതും സെയിം തന്നെയായിരുന്നു. ബൽക്കി മാത്രമല്ല, പാഠ് ഭി ഏക് ഹി പഠിത്തേ, മാത്രമല്ല ആ പാഠ് ഭി, ആ പഠിക്കുന്ന പാഠവും സെയിം തന്നെയായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സാഹിൽ വായിക്കാണ്, അതാണ് ഇനി പറയുന്നത്. ഓക്കെ, ചമക് ഉട്ടി സൻ 57 में, ചമക് ഉട്ടി സൻ 57 में वह तलवार पुरानी, ചമക് ഉട്ടി സൻ 57 में वह तलवार पुरानी थी എന്ന് സാഹിൽ വായിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ബേലയും വായിക്കുമായിരുന്നു. അങ്ങനെ ചമക് ഉട്ടി സൻ 57 में वह तलवार पुरानी थी എന്ന് ഈ ബേലയും വായിക്കുമായിരുന്നു എന്നോട് പറയാം. ചമക് ഉട്ടി സൻ 57 में എന്ന്, അതിനുശേഷം വ തൽവാർ പുറാനി थी പഠിത്താ തോ, സാഹിൽ അത് വായിക്കുകയാണെങ്കിൽ ബേലയും ചമക് ഉട്ടി സൻ 57 में वह तलवार पुरानी थी പഠിത്തി थी, സാഹിൽ വായിച്ചു കഴിഞ്ഞാൽ ബേലയും പഠിത്തി थी എന്ന് പറയും, ബേലയും വായിക്കുമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടി അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ചമക് ഉട്ടി സൻ 57 में, ചമക് ഉട്ടി എന്ന് പറയുമ്പോൾ മിന്നി തിളങ്ങി അല്ലെങ്കിൽ പിന്നെ തിളങ്ങി, സൻ 57 में 1957 മിന്നി തിളങ്ങുകയാണെങ്കിൽ വ തൽവാർ പുറാനി थी, വാള് പഴയതായിരുന്നു. ഒന്നുകൂടി പറയാം, ചമക് ഉട്ടി സൻ 57 में മിന്നി തിളങ്ങി 1957 വ തൽവാർ, ആ വാള് പുരാനി थी, ആ വാള് പഴയതായിരുന്നു. ഓക്കെ, ബേല കഹത്തി, ബേല പറയുകയാണെങ്കിൽ ബഹൻജി പാനി പീനെ ചലേ ജാओ, ബഹൻജി എന്ന് പറഞ്ഞ സഹോദരി, പാനി പീനെ വെള്ളം കുടിക്കാൻ, ചലേ ജാओ വെള്ളം കുടിക്കാൻ പോകട്ടെ ബേല പറയുകയാണെങ്കിൽ സാഹിൽ ബി കേത്ത, സാഹിലും പറയുമായിരുന്നു ബഹൻജി പാനി പീനെ ചലേ ജാओ, സഹോദരി വെള്ളം കുടിക്കാൻ പോകട്ടെ എന്ന്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അടുത്തൊരു സെക്ഷൻ, അതായത് അടുത്ത പാരഗ്രാഫിലേക്ക്, ഇതിൽ നിന്ന് ഈ ടോപ്പിക്കിന് ഒഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കണം. ഓക്കെ, ഗണിത് കെ മാഡ് സാബ്, ഗണിതം പഠിപ്പിക്കുന്ന സാർ,
മാഡ് എന്ന് പറയുമ്പോൾ സാർ എന്നതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ മാസ്റ്റർ. ഗണിതം എന്ന് പറയുമ്പോൾ ഗണിതം, മാത്ത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സുരേന്ദർ ജി കാ പീരീഡ്, സുരേന്ദർ ജി എന്ന് പറയുമ്പോൾ ആ മാഷിൻ്റെ പേരാണ്. മാഡ് എന്ന് പറയുമ്പോൾ ആ മാസ്റ്ററിൻ്റെ പേരാണ് സുരേന്ദർ ജി. ജി എന്ന് പറയുമ്പോൾ ഹിന്ദിയിലൊരു ഒരു ആദരവ് കൊണ്ട് പറയുന്നതാണ്. ഓക്കെ, കാ പീരീഡ്, സുരേന്ദർ ജി കാ പീരീഡ്. സുരേന്ദർ ജി എന്ന് പറഞ്ഞ ആ സാറിൻ്റെ പീരീഡ് ഖേൽ ഘണ്ടിക്ക് ബാദ് ആതാ ഥാ, കളി പീരീഡിന് ശേഷം വരുമായിരുന്നു. അതായത് ഗണിതം പഠിപ്പിക്കുന്ന ഒരു സാറിൻ്റെ പീരീഡ് കളിയുടെ ബെല്ലിന് ശേഷം, അതായത് കളിയുടെ പീരീഡ് അത് കഴിഞ്ഞതിന് ശേഷം വരുമായിരുന്നു. ഓക്കെ, ബാദ് ആതാ ഥാ വരുമായിരുന്നു. പീരീഡ് ഖേൽ ഘണ്ടിക്ക് ബാദ്, കളിയുടെ പീരീഡിന് ശേഷം ബാദ് ആതാ ഥാ വരുമായിരുന്നു. ബच्चे उनसे खौफते थे, കുട്ടികൾ ആ മാഷിനെ പേടിക്കുമായിരുന്നു. ഓക്കെ, ഉൻസെ എന്ന് പറയുമ്പോൾ ഈ വാക്കർത്ഥം എന്ന് പറയുമ്പോൾ ഈ സുരേന്ദർ മാഷിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഉൻസെ എന്ന് പറയുമ്പോൾ അവരെന്ന് പറയുമ്പോൾ ഈ സുരേന്ദർ മാഷിനെയാണ്. ഓക്കെ, ഖൗഫ്തെ थे എന്ന് പറഞ്ഞാൽ പേടിക്കുമായിരുന്നു. ഖൗഫ്ന എന്ന് പറയുന്നതിന് മലയാളം പേടി എന്നതല്ല. ഓക്കെ, പക്ഷെ ഇതിൽ പേടി എന്നതിന് വാക്ക് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ശരിയാവില്ല. കാരണം ഖൗഫ്ത എന്ന് പറയുന്നതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ പേടി എന്നതല്ല, അല്ലെങ്കിൽ പിന്നെ ഭയം എന്നതല്ല. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇതിൽ നമ്മൾ ഡർന എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരുന്നു. ഇവിടെ ഖൗഫ്തെ थे എന്ന് പറയുമ്പോൾ കുട്ടികൾ വിറയ്ക്കുമായിരുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഡർത്തെ थे എന്നല്ല. അതല്ല അതിൻ്റെ മലയാള പരിഭാഷ. ബच्चे उनसे खौफते थे, കുട്ടികൾ അവരെ ഓർത്ത്, അതായത് പേടിച്ചുകൊണ്ട് വിറയ്ക്കുമായിരുന്നു. ഓക്കെ, ഖൗഫ്തെ थे എന്ന് പറഞ്ഞ കുട്ടികൾ, കുട്ടികൾ അവരെ വിറയ്ക്കുമായിരുന്നു, അതായത് പേടിച്ചുകൊണ്ട് വിറയ്ക്കുമായിരുന്നു. ഓക്കെ, ഓർ ഖേൽ ഘണ്ടി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹലെ, പിന്നെ ഖേൽ ഘണ്ടി കളിയുടെ പീരീഡ് അല്ലെങ്കിൽ പിന്നെ കളിയുടെ ബെല്ല് ബന്ദ് ഹോനെ സെ 2 മിനിറ്റ്, ഘണ്ടി ബന്ദ് ഹോനെ സെ കളി പീരീഡ് കഴിയുന്നതിന് മുമ്പേ 2 മിനിറ്റ് മുമ്പേ തന്നെ അവർ അപ്നെ ജഗഹ പർ, അവനവരുടെ സ്ഥലങ്ങളിൽ ജഗഹ പർ ആകെ ബൈഠ് ജാത്തെ थे, അവനവരുടെ സ്ഥലത്ത് വന്ന് മേശയിൽ അല്ലെങ്കിൽ ബെഞ്ചിൽ അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. ഓക്കെ, കുട്ടികൾ ഒന്നുകൂടി പറയാം. ബच्चे उनसे खौफते थे, കുട്ടികൾ അവരെ, അതായത് ആ മാഷിനെ ഓർത്ത് അല്ലെങ്കിൽ മാഷിനെ പേടിയായിരുന്നു. മാത്രമല്ല ഖൗഫ്തെ थे എന്ന് പറയുമ്പോൾ വിറക്കുമായിരുന്നു. ഓക്കെ, ഖേൽ ഘണ്ടി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹലെ, ഖേൽ ഘണ്ടി കളിയുടെ ബെല്ല്, ഘണ്ടി എന്ന് പറയുമ്പോൾ മണി അടിക്കണതിന് മുമ്പേ 2 മിനിറ്റ് മുമ്പേ, പെഹലെ ഹി 2 മിനിറ്റ് പെഹലെ ഹി 2 മിനിറ്റ് മുമ്പേ തന്നെ അപ്നി ജഗഹ പർ, അവനവരുടെ സ്ഥലങ്ങളിലായിട്ട് ആക്കർ ബൈഠ് ജാത്തെ थे, അവനവരുടെ സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുമായിരുന്നു. ബൈഠ് ജാന എന്ന് പറയുമ്പോൾ ഇരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര തന്നെ ഉള്ളൂ. അധികം ആയിക്കഴിഞ്ഞാൽ ബോറാവും. ഞാൻ അധികം വിശദമാക്കുന്നില്ല. ഇത്ര തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഭാഗം അതിന് ശേഷം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ.